ഞാനിതിന്റെ 2 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. അത് കണ്ടവർ ഇത് കാണാൻ വേണ്ടി വരണ്ട, പിന്നെ റീ അപ്ലോഡ് എന്ന് പറയാനും വരണ്ട. ആ 2 പാർട്ട് സിംഗിൾ വാച്ച് ആയിട്ട് വെച്ചെന്ന് മാത്രം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1000 കോടി നേടാൻ പോസിബിൾ ആയിട്ടുള്ള 10 മൂവീസിന്റെ ലിസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 10th പ്ലേസിലുള്ളത് നമ്മുടെ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യന്റെ 2ാം വരവ്. അത് തന്നെ നമ്മുടെ തലവരുടെ ജയിലർ 2. ഞാൻ ജയിലർ 2 ഒക്കെ 10ാമതാണെന്ന് ചോദിച്ചാൽ ഈ ലിസ്റ്റിലുള്ള മറ്റ് സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജയിലർ 2നെ 10ാം സ്ഥാനത്ത് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ജയിലർ 2ന്റെ വരവ് അതൊരു 1.5 വരവ് തന്നെ ആയിരിക്കും. തലപതിയുടെ ജനനായകൻ എന്തായാലും ഈ അടുത്തൊന്നും റിലീസ് ചെയ്യാനേ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ തമിഴ് ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് 1000 കോടി ജയിലർ 2 തൂക്കിയിരിക്കും. കാരണം ജയിലറിന്റെ ഫസ്റ്റ് പാർട്ടിൽ സ്റ്റോറി വൈസ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തലൈവർക്ക് ഫൈറ്റ് സീൻസ് പോലും ഇല്ലാഞ്ഞിട്ട് പോലും അനിരുദ്ധിന്റെ ബീജിയം കൊണ്ടും തലൈവരുടെ സ്ക്രീൻ പ്രസൻസും വിനായകന്റെ വില്ലനസും കൊണ്ടും നമ്മുടെ ലാലട്ടന്റെയും ശിവരാജ്കുമാറിന്റെയും ക്യാമിയോയും കൂടെ ആയപ്പോൾ സിനിമ 600+ CR തൂക്കിയിരുന്നു. സിനിമ റിലീസായി കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള ഹൈപ്പ് അങ്ങ് പീക്ക് ലെവലാണിപ്പോ. പോരാത്തതിന് നോർത്തിൽ ഇപ്പോൾ നമ്മുടെ SRKയും പിന്നെ നമ്മുടെ ബാലയും വിജയ് സേതുപതിയും സിനിമയിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ വാക്ക് എഴുതി വെച്ചോ. തമിഴ് ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് 1000 CR ജയിലർ 2 തൂക്കിയിരിക്കും. അത് കൺഫേം ആയിട്ട്. 9th പ്ലേസിലുള്ളത് നമ്മുടെ യാഷിന്റെ ടോക്സിക്. ഇപ്പൊ KGF 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോക്സിക്കിന് അത്ര വലിയ ഹൈപ്പ് ഒന്നും ഇല്ല. ഇപ്പൊ ഇന്നലെ ടീസറിൽ എന്തൊക്കെയോ ഉണ്ട് എന്നാൽ എന്തൊക്കെയോ ഇല്ല, അങ്ങനെയാണ് ടീസർ പോയിക്കൊണ്ടിരുന്നത്. ടോക്സിക്കിന്റെ ഫസ്റ്റ് ക്യാരക്ടർ ഗെയിംസ് വന്നപ്പോൾ തൊട്ട് നല്ല രീതിക്ക് സിനിമയ്ക്ക് ഊക്ക് കിട്ടിയായിരുന്നു. പക്ഷേ 4-5 വർഷമായി KGF 2 ഇറങ്ങിയിട്ട്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ട് 4-5 വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു അഴിഞ്ഞാട തന്നെ ടോക്സിക്ക് കാണാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ടീസറിൽ തന്നെ പലയിടത്ത് നമുക്ക് റോക്കി ബൈയെ കാണാൻ പറ്റും. ഒരു വെടിച്ചിൽ ടീസർ ആയിരുന്നു, പക്ഷെ എന്തൊക്കെയോ കുറവുകളും ഉണ്ട്. പിന്നെ ദുരന്തർ 2 കൊണ്ട് ക്ലാഷും വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടിയ 1000 കോടി തൂക്കിയിരിക്കും. 8 കൽക്കി പാർട്ട് 2. റബൽ സ്റ്റാർ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസന് സ്ക്രീൻ ടൈം കുറവായിരുന്നെങ്കിലും പുള്ളി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റും പിന്നെ അർജുനായിട്ട് വന്ന നമ്മുടെ വിജയ് ദേവരകൊണ്ടയുടെ ക്യാമിയോയും പിന്നെ ഡയലോഗ് ഡെലിവറിയും കൊണ്ട് സിനിമ അടിപൊളിയായിരുന്നു. 2898 കലിയുഗത്തിന്റെ എക്സ്ട്രീം ലെവൽ എത്തുമ്പോൾ കൽക്കി അവതരിക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റിയാണ് കഥയുടെ പ്ലോട്ട് പോകുന്നത്. ഹിന്ദു മിത്തോളജി അറിയുന്നവർക്കറിയാം കൽക്കി ആരാണെന്നും എന്താണെന്നൊക്കെ. ഇനിയിപ്പോ ഇതിന് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ സെക്കൻഡ് പാർട്ട് കമൽഹാസന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ കാണാൻ പറ്റും. ആ കൽക്കിയുടെ ഒരു തുള്ളി മാത്രം അബ്സോർബ് ചെയ്തിട്ട് പുള്ളിയുടെ ശരീരത്തിൽ കുത്തി വെച്ചപ്പോൾ പുള്ളിയുടെ പവർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. അപ്പൊ പിന്നെ കൽക്കിയുടെ പവർ ആലോചിച്ച് നോക്കി. ഫസ്റ്റ് പാർട്ട് കൊണ്ട് നിർത്തിയത് പോലും നല്ല ക്യൂരിയോസിറ്റി കൊണ്ട് നിലനിർത്തിയിട്ടാണ്. ഇനി ബാക്കി എന്തായിരിക്കും നടക്കുന്നത്, കൽക്കി അവതരിച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടി കാണിച്ചതുപോലെ മഹാഭാരതത്തിന്റെ പോർഷൻസ് ഇനിയും കാണിക്കുമായിരിക്കുമോ? പിന്നെ നമ്മുടെ പ്രഭാസ്, കമലഹാസൻ, അമിതാഭ് ബച്ചൻ, പിന്നെ നമ്മുടെ വിജയ് ദേവരകൊണ്ട ഒരാളെ വിട്ടുപോയായിരുന്നു നമ്മുടെ ദുൽഖർ സൽമാൻ. ഫസ്റ്റ് പാർട്ടിലെ പോലെ ആ ഫ്ലോയിലാണ് സിനിമ പോകുന്നതെങ്കിൽ സിനിമ 1000 CR മേളിൽ കളക്ട് ചെയ്തിരിക്കും. 7 ആനിമൽ പാർക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമ ഇതിനകത്ത് പറയണമെന്നേ ഇല്ല. പിന്നെ പറയുന്നത് ഈ സിനിമയും 1000 കോടി അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുഷ്പയ്ക്ക് ലോട്ടറി അടിച്ചതുപോലെ ഈ സിനിമയ്ക്ക് ലോട്ടറി അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം ഇതിനകത്ത് ഉൾപ്പെടുത്തിയേ ഉള്ളൂ. 6 രാമായണ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇത് ആദ്യകുരിശ് പോലെ ആയിരിക്കത്തേ ഇല്ല. സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീസർ കണ്ടാൽ തന്നെ മനസ്സിലാവും സിനിമയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. ഈ സിനിമ 2 പാർട്ടായിട്ടാണ് പുറത്തു വരാൻ പോകുന്നത്. ഏകദേശം 4000 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറയുന്നത്. രാമനായിട്ട് വരുന്നത് നമ്മുടെ രൺവീർ കപൂറും, സീതയായിട്ട് വരുന്നത് നമ്മുടെ സായി പല്ലവിയും, പിന്നെ രാവണനായിട്ട് വരുന്നത് നമ്മുടെ റോക്കി സ്റ്റാർ യാഷും. ഇതൊക്കെ നിങ്ങൾക്കും അറിയാം, എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. യാഷ് രാവണനായിട്ടുള്ള ആ വില്ലനിസം കാണാൻ തന്നെ ഒരു കൂട്ടം ആൾക്കാരുമാണ്. രാമായണത്തെ പറ്റി അറിയാവുന്നവർക്കറിയാം രാമായണത്തിന്റെ അവസാനം ഒക്കെ ആകുമ്പോൾ എത്രത്തോളം എൻഗേജിംഗ് ആണെന്ന്. ഇപ്പൊ രാമനും രാവണനുമായിട്ടുള്ള ഫൈറ്റ് ആയിക്കോട്ടെ, ഹനുമാനും കുംഭകർണനുള്ള ഫൈറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ കിടിലമായിരിക്കും. ഇതൊക്കെ രാമായണത്തിന്റെ അവസാനം ആയതുകൊണ്ട് സെക്കൻഡ് പാർട്ടിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. ഇപ്പോഴും ഒരു കാര്യം പറയാം, സിനിമ ആദ്യകുരിശ് പോലെ ആയിരിക്കത്തേ ഇല്ല. സിനിമയുടെ ബഡ്ജറ്റ് 4000 കോടിയാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സിനിമ ഒരുപാട് ലാംഗ്വേജിൽ റിലീസിന് എത്തിക്കുന്നുണ്ട്. ഇത് രാമായണം പോലെ അതേ ലെവലിൽ എടുത്തു വെച്ചാൽ നമ്മുടെ പ്രഭാസിന്റെ അല്ലെങ്കിൽ രാജമൗലിയുടെ ബാഹുബലിക്ക് മേളിൽ നിൽക്കും ഈ സിനിമ. ഇനി ചിലവന്മാരൊക്കെ വേണേൽ കമന്റ് ചെയ്യാൻ പറ്റും, നീ ബാഹുബലി കണ്ടിട്ടുണ്ടോടാന്ന്. ബ്രോ, നിങ്ങളുടെ ആ ചിന്തയൊക്കെ മാറാൻ പോവാണ്. ഒന്നെങ്കിൽ ഈ രാമായണം വരുന്നതോടെ ആ ചിന്ത മാറി കിട്ടും, അല്ലെങ്കിൽ രാജമൗലി തന്നെ മഹാഭാരത സിനിമ ആക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മഹാഭാരതത്തിനെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് അത് വരുന്നതോടുകൂടി ഇങ്ങനെയുള്ളമാരെ കഴപ്പങ്ങ് മാറി കിട്ടും. ശരിയാണ്, ബാഹുബലിയാണ് നമ്മുടെ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിച്ചത്. മഹാഭാരതം സിനിമയായിട്ട് വന്ന മഹാഭാരതം അറിയാവുന്നവർക്കറിയാം ബാഹുബലി പോലും ഇതിൻ്റെ അകത്തൊന്ന് ഇൻസ്പയർ ആയിട്ടുണ്ടെന്ന്. മഹാഭാരതം പോലൊരു സിനിമ അത്രയും ക്വാളിറ്റിയിൽ എടുത്തൊരു സിനിമ വന്ന ആരൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും അതിന്റെ ഒപ്പം എത്താനേ പറ്റത്തില്ല. നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാമായണം ആദിപുരുഷനെ പോലെ എടുക്കാതെ നല്ല രീതിക്ക് എടുത്താൽ സിനിമ എത്രത്തോളം കളക്ട് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് കളക്ഷൻ സിനിമ നേടിയിരിക്കും ഉറപ്പായി. 5 സലാർ പാർട്ട് 2. നമ്മുടെ റബൽ സ്റ്റാർ പ്രഭാസും രാജുവേട്ടൻ സുഹൃത്തുക്കളായ ഉറ്റ സുഹൃത്തുക്കളായ സിനിമ. സത്യം പറഞ്ഞ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ മിക്സഡ് റിവ്യൂവിന് കിട്ടിക്കൊണ്ടിരുന്നത്. പ്രശാന്തിൽ KGF 2 എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത സിനിമ എന്ന് പറഞ്ഞപ്പോൾ സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. കൂടാതെ പ്രഭാസും പിന്നെ കേരളത്തിൽ നമ്മുടെ രാജുവേട്ടനും. നമ്മുടെ തലപതിയുടെ ലിയോ ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയത്. പക്ഷേ ഡേറ്റിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ലിയോയ്ക്ക് ഒരുപാട് ഫാൻ തിയറീസ് ഒക്കെ വന്നതുപോലെ ഈ സിനിമയ്ക്ക് നല്ലപോലെ ഫാൻ തിയറീസ് ഒക്കെ വന്നായിരുന്നു. നല്ല എക്സ്പെക്ടേഷൻസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. തിയേറ്ററിൽ എത്തി കഴിയുമ്പോൾ സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂ ആണ് വന്നുകൊണ്ടിരുന്നത്. കാരണം പലർക്കും അതിന്റെ സ്റ്റോറി കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ പലരും അത് ഡീകോഡ് ചെയ്ത് കണ്ടപ്പോൾ അതിന് ഇമ്പാക്ട് എത്രത്തോളം എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഫസ്റ്റ് പാർട്ടിന് മിക്സഡ് റിവ്യൂ കിട്ടിയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടിന് 1000 കോടി കിട്ടിയിരിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. 4 പുഷ്പ 3. എനിക്ക് ഇതിനെപ്പറ്റി അഭിപ്രായമൊന്നും പറയാനില്ല. പിന്നെ പറഞ്ഞു പോകുന്നത് നോർത്തിൽ ഹ്യൂജ് ഫാൻ ബേസ് ഈ സിനിമയ്ക്കുണ്ട്. സത്യം പറയണം, പുഷ്പ 2 നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടോ? എന്നോട് വെച്ചാൽ ഞാൻ പറയും ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ലെന്ന്. ആ സിനിമ പോലും ബിസിനസിന്റെ കളക്ഷനുകൾ കൂട്ടിയിട്ട് 2000 CR ആണ് തൂക്കിയത്. അതുകൊണ്ട് തന്നെ പുഷ്പയുടെ 3rd പാർട്ട് നമുക്ക് ദഹിച്ചില്ലെങ്കിൽ പോലും ഇതിനേക്കാളും കളക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്.
നമ്പർ 3 നമ്മുടെ റോക്കി ബായുടെ മൂന്നാം വരവ്. KGF ചാപ്റ്റർ 2 ഉണ്ടാക്കിയ ഓളോന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സിനിമ ആ ടൈമിൽ ഉണ്ടാക്കിയ ഓളെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഇനിയിപ്പോ ടോക്സിക്കിലെ രായ എന്ന് പറയുന്ന ക്യാരക്ടർ എത്രത്തോളം എൻഗേജിങ് അല്ലെങ്കിൽ പവർഫുൾ ആണെന്ന് പറഞ്ഞാലും റോക്കി ബായുടെ തട്ട് താണ് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ KGF ചാപ്റ്റർ 3 വരുമ്പോൾ സിമ്പിൾ ആയിട്ട് 1000 കോടി തൂക്കിയിരിക്കും. അതും സിമ്പിൾ ആയിട്ട്. നമ്പർ 2 ദുരന്തർ 2. ദുരന്തറൊക്കെ 2ാം സ്ഥാനത്ത് കൊണ്ട് എന്തിനാണ് വെച്ചെന്ന് ചോദിച്ചാൽ 1ാം സ്ഥാനത്തുള്ളത് അത്രയും കിട്ടിയ സാധനം ആയതുകൊണ്ടാണ്. ദുരന്തർ 2 ടോക്സിക്കിന്റെ കൂടെ കൊണ്ട് ക്ലാഷ് വെച്ചിട്ടുണ്ട്. അത് സിനിമയ്ക്ക് പണിയാവുമെന്ന് ചോദിച്ചാൽ ആവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ടോക്സിക് ഒരു ഫ്രഷ് സിനിമയാണ്. പക്ഷേ ദുരന്തറിന്റെ സെക്കൻഡ് പാർട്ടാണ് റിലീസിന് എത്തിക്കുന്നത്. ദുരന്തറിന്റെ ഫസ്റ്റ് പാർട്ടാണ് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം ആണെന്ന് ചോദിച്ചാൽ ടോക്സിക്കിനേക്കാൾ ഒരുപാട് മേളിലാണ്. ഈ 2 സിനിമ ഒന്നിച്ചിറങ്ങുന്നതുകൊണ്ട് ഏത് സിനിമയായിരിക്കും ഫസ്റ്റ് 1000 കോടി തൂക്കുന്നതെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ ഫസ്റ്റ് 1000 കോടി തൂക്കാൻ പോകുന്നത് ദുരന്തർ 2 തന്നെ ആയിരിക്കും. റീസൺസ് എന്തോന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ടോക്സിക് ആദ്യം തൂക്കണമെങ്കിൽ ദുരന്തർ വീഴണം. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 1000 CR ദുരന്തർ 2 തൂക്കിയിരിക്കും. നമ്പർ 1 വാരണാസി. പലരും ഇത് എക്സ്പെക്ട് ചെയ്ത് പോലും കാണത്തില്ല. പക്ഷേ ഈ പറഞ്ഞ 9 സിനിമയിലും ടോപ്പ് 1 വരാൻ പോകുന്നത് ഈ വാരണാസി തന്നെ ആയിരിക്കും. അതിപ്പോ സ്റ്റോറി വൈസ് ആയാലും കണ്ടന്റ് വൈസ് ആയാലും കളക്ഷൻ വൈസ് ആയാലും ക്വാളിറ്റി വൈസ് ആയാലും ഇത് തന്നെ ആയിരിക്കും ടോപ്പ് 1 വരാൻ പോകുന്നത്. വാരണാസിയെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഹരിബ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. സംഭവം അടിപൊളിയാണ്. നിങ്ങൾ ആ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാം. എന്നാലും അത് പറഞ്ഞതേ ഉള്ളൂ. ഈ ലിസ്റ്റിലുള്ള 10 സിനിമയും ഞാൻ എന്റെ രീതിയിലാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേറെ രീതിയിലാണെങ്കിൽ അത് താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ തലവതിയുടെ ജനനായകൻ 1000 കോടി അടിക്കുമെന്ന് ചോദിച്ചാൽ സിനിമ ഇറങ്ങേണ്ടിയിരുന്ന ഡേറ്റിൽ തന്നെ ഇറക്കി ഇട്ടിരുന്നെങ്കിൽ പറയാൻ പറ്റുമായിരുന്നു സിനിമ 1000 കോടി നേടത്തില്ലെന്ന്. പക്ഷെ ഇപ്പൊ ഈ കറണ്ട് സിറ്റുവേഷനിൽ അന്യായ പ്രൊമോഷനാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മൂവി ടീം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും സെൻസർ ബോർഡ് വഴി നല്ലപോലെ പ്രൊമോഷൻ ഇതുവരെ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനനായകൻ 1000 കോടി നേടാൻ ചാൻസ് ഉണ്ട്. സിനിമ നേടുമെന്നും അല്ല പറയുന്നത്, ഞാൻ എക്സ്പെക്ടേഷൻ ഉണ്ടാക്കി തരുവേ അല്ല. സിനിമ ഇറങ്ങേണ്ട ടൈമിൽ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ഹൈപ്പിനേക്കാൾ ഒരുപാടാണ് ഇപ്പോൾ ഉള്ള സിനിമയ്ക്കുള്ള ഹൈപ്പ്. എന്തെങ്കിലും ആയിട്ട് ഈ തൊലിച്ച് സെൻസർ ബോർഡ് കാരണം നമുക്ക് നമ്മുടെ അണ്ണനെ കാണാൻ വേണ്ടി ഇനിയും സമയം എടുക്കും. പക്ഷേ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്കൊക്കെ എന്തിനാണ് ആ സെൻസർ ബോർഡ് സെൻസറിംഗ് ഒക്കെ കൊടുത്തേ? ഇതിലൊന്നും നമ്മളൊന്നും കാണത്തില്ലേ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ലത് ചെയ്യാൻ വരുമ്പോൾ അവനൊക്കെ കുരു പൊട്ടുന്നു. ഞാൻ എന്തായാലും ഇനി അതിനെ പറ്റി വലുതായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ എല്ലാം എന്റെ മണ്ടയ്ക്ക് വന്ന് കയറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.